മുഖ്യമന്ത്രിയോട് പ്രത്യേകമായ നന്ദി പറയാനുണ്ട്. അത് അങ്ങ് എടുത്ത നിലപാട് ഒരാളെ തിരിച്ചറിയുന്നത് ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴാണ്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, എന്റെ പിതാവിന് നിലപാട് ധീരമായിട്ടുള്ള ഒരു നിലപാടാണ് എന്ന് ഞാൻ പറയുവാൻ ഈ അവസരമെടുക്കുക. അങ്ങയെ കാണുവാൻ. നമസ്കാരം. കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയ ചില കാര്യങ്ങളെ പൂർണ്ണമായി നിഷേധിക്കുന്ന ചില കാര്യങ്ങളായിരുന്നു ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇത് പറയാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയില്ലായിരുന്നു. കാരണം ഇതിനൊരു സത്യാനന്തര കാലം മുമ്പിൽ മുഴുവനായി നിർമ്മിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിക്ക് സുഖമില്ലാന്നും അദ്ദേഹത്തിന് ഇന്നതാണ് അസുഖം എന്നുള്ളതും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അത് നമുക്കറിയാം. അങ്ങനെ ഒരു സുഖല്യായ വന്നു കഴിഞ്ഞാൽ അതിജീവനം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സാധാരണഗതിയിൽ അത് അത്ര എളുപ്പം സംഭവിക്കുന്നതല്ല. പക്ഷെ പലപ്പോഴും ഈ അതിജീവനം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്, അതിനെക്കുറിച്ചല്ല. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ ഏതാണ്ട് അവസാന കാലത്ത് അദ്ദേഹത്തിനെ ഒരു നല്ല നിലയ്ക്ക് കോൺഗ്രസ് പരിഗണിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ഉത്തരം പറയേണ്ടി വരും. അദ്ദേഹത്തിന്റെ ഇതിനു മുമ്പിൽ റീത്ത് വെക്കുന്ന സംഭവം വരെ ഉണ്ടായിട്ടുള്ളതാണ്. PCC ഓഫീസിൽ ശവപ്പെട്ടിയും റീത്തും വെച്ചത് KSU സംസ്ഥാന നേതാക്കൾ. ഇവർ ശവപ്പെട്ടി വാങ്ങുന്ന CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസിന് നൽകാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് എറണാകുളം DCC ഓഫീസിന് മുന്നിൽ നേതാക്കളുടെ ചിത്രം പതിച്ച ശവപ്പെട്ടി, കരിങ്കൊടി, റീത്ത് എന്നിവ പ്രത്യക്ഷപ്പെട്ടത്. നേതാക്കളെ വിമർശിക്കുന്ന പോസ്റ്ററുകളും ഇതിനോടൊപ്പം. അദ്ദേഹം തീർത്തും അവശനായിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇനി സുഖല്യായ കുറയില്ല എന്നുള്ളൊരു അവസ്ഥയിൽ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഇംഗ്ലീഷ് മെഡിസിനൊക്കെ നിർത്തി മറ്റ് ചികിത്സയിലേക്ക് പോകും. കാരണം ഒരു സാന്ത്വന ചികിത്സ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിന് മുതലെടുത്ത സംഭവങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ പോയിപ്പോൾ ആ വീട്ടുകാരുടെ സ്വാതന്ത്ര്യത്തിൽ കയറി ചാണ്ടിയുമ്മനും അറിയാമൂമ്മനും അത് അവരെ ചികിത്സിക്കുന്നില്ല എന്നുള്ള വലിയ പ്രൊപ്പഗൻഡ ഇറക്കാനായിട്ട് മറുനാടൻ മലയാളി പോലുള്ള മാധ്യമങ്ങൾ തയ്യാറായി. അദ്ദേഹത്തിന് ചികിത്സ നിഷേധിക്കുന്നു, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിടാൻ ദയാവധം വിധിച്ചിരിക്കുന്നു എന്ന സങ്കടകരമായ വാർത്ത പറയട്ടെ. സങ്കടപൂർവ്വം ഞാൻ അറിയിക്കട്ടെ. കഴിഞ്ഞ മാസം 9-ാം തീയതിയായിരുന്നു ബാംഗ്ലൂരിൽ അദ്ദേഹം വീണ്ടും ചികിത്സയ്ക്ക് വേണ്ടി പോവേണ്ടിയിരുന്നത്. വാസ്തവത്തിൽ ബാംഗ്ലൂരിലെ ചികിത്സയിൽ സ്ഥിതി മെച്ചപ്പെട്ടു വരികയായിരുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹത്തിന്റെ ഭാര്യയായ മറിയാമ്മ ഒരു പ്രാർത്ഥന ചികിത്സക്കാരിയാണ്. ഞാൻ പ്രാർത്ഥനയ്ക്കെതിരല്ല, ഞാൻ പ്രകൃതി ചികിത്സയ്ക്കും സമാന്തര ചികിത്സയ്ക്കും എതിരല്ല. എന്നാൽ ഹോളിസ്റ്റിക് അപ്രോച്ചാണ് വേണ്ടത്. അതായത് മോഡേൺ മെഡിസിൻ ചികിത്സിക്കേണ്ടടുത്ത് മോഡേൺ മെഡിസിൻ തന്നെ ചികിത്സിക്കണം. ആയുർവേദത്തിനും ഹോമിയോയ്ക്കും പ്രകൃതി ചികിത്സയ്ക്കും ഒക്കെ റോൾ ഉണ്ടെങ്കിൽ അത് തന്നെ ചികിത്സിക്കണം. അല്ലാതെ മോഡേൺ മെഡിസിൻ പൂർണ്ണമായും നിഷേധിച്ച് മറ്റ് നമുക്കറിയാം. അഡ്വക്കേറ്റ് ജയശങ്കർ എല്ലാ കാലത്തും ഉമ്മൻചാണ്ടിയെ വളരെ രൂക്ഷമായി വിമർശിച്ചിരുന്ന ഒരാളായിരുന്നു. ഇവരെല്ലാവരും കൂടി സകലമാന മാധ്യമങ്ങളും ഒറ്റയടിക്ക് വന്ന് ഉമ്മൻചാണ്ടിയെ ഏതാണ്ട് ഒരു വിശുദ്ധ പരിവേഷത്തിൽ എത്തിക്കാനുള്ള ഒരു പരിപാടി ഇവർ ആസൂത്രണം ചെയ്യുമ്പോൾ നമ്മളൊക്കെ നോക്കി നിൽക്കുക എന്നല്ലാതെ ഒന്നും പറയാൻ പറ്റാത്തൊരു കണ്ടീഷനായി. പക്ഷേ നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് KPCC സംഘടിപ്പിച്ച പരിപാടിയിലാണ് പിണറായി വിജയൻ എത്തിപ്പെടുന്നത്. ഇവരുടെയൊക്കെ ആകെ തുക എന്ന് പറയുന്നത് പിണറായി വിജയനെ ആക്രമിക്കാനായി ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ ബിംബത്തെ കൂട്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു എന്നാണ്. അതിൽ ഒരാൾ മരിച്ചതും ഒരാൾ ജീവിച്ചിരിക്കുന്നതും അത് ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഒരു വർഷം അത് കഴിഞ്ഞു. ഇനി ഈ ഒരു ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നടത്തിയത്. അതിൽ നമ്മുടെ ചാണ്ടിയുമ്മൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുകയും ചാണ്ടിയുമ്മൻ്റെ വാക്കുകൾ വളരെ കൃത്യമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. KPC പ്രസിഡന്റോ മറ്റ് ആളുകളോ ഒന്നും തന്നെ അതിൽ എത്താതിരിക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ ചാണ്ടിയുമ്മനും അതിൽ പങ്കെടുത്ത നേതാക്കളും വളരെ കൃത്യമായും വ്യക്തമായും സംസാരിക്കുകയും ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ എന്താണെന്ന് പറയുകയും ചെയ്തു. മറുനാടൻ മലയാളി ആദി മാധ്യമങ്ങളോടാണ് നിങ്ങൾ എന്ത് നരേഷൻ ഉണ്ടാക്കിയാലും മറുനാടൻ മലയാളിക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം ചാണ്ടിയുമ്മനാണ്. മറുനാടൻ മലയാളി വളരെ വിശേഷപ്പെട്ട നിലയ്ക്കാണ് കോൺഗ്രസ്സുകാരെ കൈകാര്യം ചെയ്യുന്നത്. കോൺഗ്രസ്സുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കറിയുന്ന പോലെ VD സതീശനായാലും രാഹുൽ മാങ്കൂട്ടായാലും മറുനാടൻ മലയാളിയിൽ കയറി നിന്ന് ഇറങ്ങുകയാണ്. ഈ വാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് വിഷമം തോന്നരുത്. കാരണം അങ്ങനെ തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. അയാൾ എത്ര ദ്രോഹമാണ്. BJPക്ക് വേണ്ടി BJP ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് മറുനാടൻ മലയാളി. അയാൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവരൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. മറുനാടൻ മലയാളിക്ക് ഒരു തട്ടുകേടുണ്ടായപ്പോൾ വന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. ഇനി പറഞ്ഞ് കൂടി പോകുന്നില്ല. എന്തായാലും സംഭവിച്ച കാര്യങ്ങൾ KV മധു വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ശ്ലാഘനീയമായ കാര്യങ്ങളാണ്. എല്ലാ കാലത്തും സത്യാനന്തര കാലം ഒരുപോലെ നിർമ്മിക്കാൻ പറ്റില്ല എന്നുള്ളതും നമ്മുടെ ഓർമ്മകളെ മായ്ക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതും സത്യമാവുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്.
എല്ലാവർക്കും നന്ദി, നമസ്കാരം.